ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന ടി.എം. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ അവതരിപ്പിച്ച കിഫ്ബി എന്ന പ്രോജക്റ്റ് കോടികളുടെ വികസന പദ്ധതികളും അതുപോലെ നിർമ്മാണ പ്രവൃത്തികളുമൊക്കെയാണ് നടക്കുന്നത് എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ രണ്ട് സർക്കാരുകളുടെ, അതായത് 1-2 പിണറായി സർക്കാരുകളുടെ ആ ഒരു കാലഘട്ടത്തിൽ കിഫ്ബി എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ ഇനിയും സാധാരണ ജനങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി ഡി സതീശൻ പറയുന്നത് കിഫ്ബി ഒരു വെള്ളാനയാണ്, കിഫ്ബി ഒരു രണ്ടാം സർക്കാരായി പ്രവർത്തിക്കുന്നു, കിഫ്ബിയുടെ നടപടികളിൽ സുതാര്യതയില്ല, കിഫ്ബി എന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞു വയ്ക്കാനുള്ള, അതായത് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സംഭവം മാത്രമാണ് എന്ന തരത്തിലാണ് വി ഡി സതീശൻ നേരത്തെയും പ്രതികരിച്ചത്. ഇപ്പോൾ ഈ ബജറ്റിന് ശേഷം കിഫ്ബിയുമായി ബന്ധപ്പെട്ട നടപടികളിൽ ചില മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതായത് കിഫ്ബി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന്, കിഫ്ബി ഇടപെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോക്കം പോകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അനുമതി തേടി കിഫ്ബിക്ക് മുന്നിൽ ഉള്ള ഫയലുകൾ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയേക്കും. അനുമതി നൽകിയ പദ്ധതികൾക്ക് പണം നൽകേണ്ടതില്ല എന്നും തീരുമാനം എടുത്തിട്ടുണ്ട്. നിർമ്മാണവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് കിഫ്ബി ഉദ്യോഗസ്ഥരെ അറിയിക്കും. അതേസമയം കിഫ്ബിയിൽ നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇതിനാവശ്യമായ സാമ്പത്തികമടക്കമുള്ള എല്ലാ സഹായവും പഴയതുപോലെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കുമെന്നും പ്രവർത്തന രീതി പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും എന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു. കിഫ്ബി അടിമുടി പൊളിച്ച് എഴുതണം എന്നുള്ള ഒരു അഭിപ്രായമാണ് UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ പദ്ധതികളുടെ ഗുണനിലവാരം കൂടുതൽ പരിശോധിക്കും. ഇനി കിഫ്ബി ചെയ്യേണ്ട പദ്ധതികളുടെ ആ ഒരു രീതികളും പുതിയ നടപടികളും ഒക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ അനുമതി നൽകണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കൂ. ധവളപത്രത്തിലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ധവളപത്രത്തിൽ കിഫ്ബിയെ രൂക്ഷമായി സർക്കാർ വിമർശിക്കുകയും ചെയ്തിരുന്നു. കിഫ്ബി സംസ്ഥാനത്തിന് ബാധ്യതയാണെന്നും സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയെ സങ്കീർണമാക്കുകയും ചെയ്യുകയാണ് കിഫ്ബി ചെയ്തത് എന്നായിരുന്നു UDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മുൻ സർക്കാർ കൊണ്ടുവന്ന സർക്കാർ നിയന്ത്രിത ധനകാര്യ ഏജൻസിയാണ് കിഫ്ബി. പക്ഷേ ഇത് സുതാര്യതയില്ലാത്ത, കൃത്യമായ ഏകോപനമില്ലാത്ത ഒരു സംവിധാനമായി മാറുന്നു എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്. കിഫ്ബിയിൽ കണ്ണൂർ ജില്ലയ്ക്ക് മറ്റുള്ള ജില്ലകളെക്കാൾ പ്രാധാന്യം നൽകുന്നു. ഇത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു. കണ്ണൂരിന് 20% തുക അനുവദിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഇത് 17%, എറണാകുളത്തിന് 11% നൽകിയിരുന്നത്. അതുപോലെ തന്നെ കണ്ണൂരിന് 20%-ൽ 19% തുക നൽകുകയും ചെയ്തു. പദ്ധതി വിതരണത്തിലെ ഈ ഒരു രാഷ്ട്രീയ ഭിന്നത, അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ മുൻഗണനകൾ മാറ്റി നൽകുന്നത് ഇത് തനി ഇടതുപക്ഷ അല്ലെങ്കിൽ CPM രാഷ്ട്രീയം എന്ന കാര്യം കൃത്യമായി തന്നെ ധവളപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനിയിപ്പോൾ കിഫ്ബി എന്നുള്ളതിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ പരിശോധിച്ച് അത് വേണ്ട രീതിയിൽ മാറ്റി എഴുതി പദ്ധതികൾക്ക് പണം ഇനി നൽകേണ്ടതില്ല, ഇനി പുതിയ പദ്ധതികൾക്ക് അംഗീകാരം നൽകി പണം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വി ഡി സതീശൻ സർക്കാർ എത്തും എന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ ബജറ്റിന് ശേഷം ഇത്തരം കാര്യങ്ങളിൽ ചില ചർച്ചകളും തീരുമാനങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി എന്നും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്.